ഇത്തവണ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ്? സ്ഥാനാർത്ഥികൾക്കൊന്നും ഒരു ക്ഷാമം കോൺഗ്രസ് പാർട്ടിക്കില്ല. അങ്ങനെ ഇറങ്ങുമോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ പാലക്കാടുള്ളവർ തന്നെ ധാരാളം. പാലക്കാടുകാരൻ തന്നെ വരും. അവർ തന്നെ ആയിരിക്കും. മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ അത് ഇലക്ഷൻ തൊട്ടടുത്തായി. അപ്പം ഇനിയിപ്പോൾ അധികം വൈകിക്കാതെ അത് ഉണ്ടാവുമോ, അതല്ലെങ്കിൽ ഇങ്ങോട്ട് ആവശ്യമുള്ളവരെ മാത്രമാണോ? അല്ല, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, ഞങ്ങൾ ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടക്കില്ല. UDF-ലേക്ക് വരാൻ തയ്യാറുള്ള ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടക്കില്ല എന്ന് വിചാരിച്ച് ആരുടെയും പുറകെ പോയി ക്ഷണിക്കുന്നുമില്ല. അല്ല, അതിപ്പോൾ നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. UDF-ൽ തർക്കങ്ങൾ ഉണ്ടാവില്ല, കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല. പിന്നെ കോൺഗ്രസ് ഒരു എന്താ പറയേണ്ടത്, ഒരു വലിയൊരു അടിത്തറയുള്ള പാർട്ടി ആയതുകൊണ്ട് അല്പം ചില ശബ്ദങ്ങൾ ഉണ്ടാവാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പുറത്തു വരിക. ഈ MP-മാരൊക്കെ മത്സരിക്കേണ്ടത് അല്ല, അത് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഞങ്ങൾക്കതിൽ ഒരു റോളുമില്ല. തീർച്ചയായിട്ടും അവർ പക്ഷേ പലപ്പോഴും അവർ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്, ഞങ്ങളും വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിലൊരു തർക്കം ഉണ്ടാവില്ല. അല്ല, അത് പാർട്ടി വേണം തീരുമാനിക്കണം. മത്സരിക്കണോ എന്നുള്ള പാർട്ടി തീരുമാനിക്കണം, ഏത് സീറ്റ് എന്നുള്ള പാർട്ടി തീരുമാനിക്കണം. പാലക്കാട് സീറ്റ്, പാലക്കാട് നിയമസഭാ മണ്ഡലം, അറിയാലോ, രാഹുൽ മാങ്കൂട്ടം സീറ്റ് പേര് വെച്ചൊരു സാഹചര്യമുണ്ട്. അവിടെ മത്സരിക്കാൻ ആളില്ല. പണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇലക്ഷൻ മുമ്പ് മുരളീധരനായിരുന്നു അവിടെ പേരൊക്കെ ഉയർന്നു വന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടം അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പൊ ഇത്തവണ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ്? സ്ഥാനാർത്ഥികൾക്കൊന്നും ഒരു ക്ഷാമം കോൺഗ്രസ് പാർട്ടിക്കില്ല. അങ്ങനെ ഇറങ്ങുമോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ പാലക്കാടുള്ളവർ തന്നെ ധാരാളം. പാലക്കാടുകാരൻ തന്നെ വരും. അവർ തന്നെ ആയിരിക്കും.